ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് ആൻഡ് ടി ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പയ എരിശ്ശേരിയായിട്ടാണ്. വളരെ രുചികരവും സുലഭവുമായി കിട്ടുന്നതും ചിലവ് കുറഞ്ഞതുമായ ഒരു പച്ചക്കറി വെച്ചായിട്ടാണ് ഇന്ന് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പപ്പയയാണ്. ഇതിന് ഓമയ്ക്ക എന്നും കപ്ലങ്ങ എന്നും പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ പുറകൊന്ന് ചെറുതായിട്ട് വരഞ്ഞ് കറയെല്ലാം കളയണേ. കറ കളയുന്ന വീഡിയോ മിസ്സായിപ്പോയിട്ടോ. കറ കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കൈ ചൊറിയുമേ. ഇനി ഇത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണേ. ഇതൊരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഈ പപ്പയ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് വേവിച്ച് എടുക്കണം. ഇതിവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാമേ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയും 2-3 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ജീരകവും 4 പച്ചമുളകും 2-3 കറിവേപ്പിലയും ഇട്ട് അരച്ചെടുക്കണേ. ഒരുവിധം നന്നായിട്ട് അരഞ്ഞാൽ മതി കേട്ടോ. മഷി പോലെ അങ്ങ് അരഞ്ഞു പോകരുതേ. പപ്പയ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്നു നോക്കാമേ. ഈ കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അരപ്പ് കഴുകിയെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വറവിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. വെളിച്ചെണ്ണ തന്നെ വേണം എടുക്കാൻ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഇതെല്ലാം കൂടെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ ഒരു 4 ടീസ്പൂൺ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതെല്ലാം കൂടെ എരിശ്ശേരിയിലേക്കിട്ട് ഇളക്കിയെടുക്കണം. തേങ്ങ വറുത്തിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പയ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.
അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.